തോന്നുന്ന ഒരു വ്യക്തിത്വമാണ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെന്നത് യാതൊരു തർക്കവും. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു, ഒരു മതപണ്ഡിതനായിരുന്നു, ഒരു മനുഷ്യസ്നേഹിയായിരുന്നു. അതോടൊപ്പം തന്നെ സമൂഹത്തെ സർവ്വതലത്തിലും സ്പർശിച്ച് കടന്നുപോയ ഒരു പ്രതിപാദനായ വ്യക്തിത്വമായിരുന്നു. സമൂഹത്തിൽ എല്ലാവരും അംഗീകരിക്കപ്പെടുക എന്നുള്ളത് അപൂർവം വ്യക്തിത്വങ്ങൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു സ്വീകാര്യതയാണ്. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ തങ്ങളെക്കുറിച്ച് നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ മതത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ മറ്റ് അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും നമുക്ക് പറയാനില്ല. പക്ഷേ കേരളം കണ്ടിട്ടുള്ള ഒരു വലിയ മനുഷ്യ സ്നേഹി എന്നുള്ള തരത്തിൽ അതോടൊപ്പം തന്നെ നമുക്കൊക്കെ തന്നെ സ്നേഹത്തിൻ്റെ മാർഗദർശനം തന്നിട്ടുള്ള ഒരു ബഹുമുഖ പ്രതിഭ എന്നുള്ള തരത്തിലാണ് അദ്ദേഹത്തെ നമ്മളെല്ലാവരും അനുസ്മരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നൊരു വല്ലാത്ത സമയമാണ്. ഇന്നത്തെ പത്രത്തിൻ്റെ ഇന്നലെയുമായി പുറത്തിറങ്ങിയിട്ടുള്ള പത്രങ്ങളും മാധ്യമങ്ങളുടെയൊക്കെ തന്നെ ആമുഖം പറയുന്ന ഒരു വല്ലാത്ത ചിത്രമുണ്ട്. ആ ചിത്രമെന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് കുഴികൾ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ്. ആ കുഴികളിൽ മേൽവിലാസമില്ലാത്ത മനുഷ്യരുടെ അടക്കം ചെയ്തിരിക്കുകയാണ് എന്ന് വളരെ വേദനയോടുകൂടെ നാം തിരിച്ചറിഞ്ഞ ദിനങ്ങളാണിന്ന്. ഇപ്പോൾ മനുഷ്യർ എല്ലാം നേടിയിട്ടുണ്ട്. നമ്മൾ വേറെ വികസനം, അതോടൊപ്പം തന്നെ ഒരുപാട് നേട്ടങ്ങൾ ഇതിനകം കൈവരിച്ചവരാണ്. പക്ഷേ ഈ നേട്ടങ്ങൾക്കപ്പുറം ഇതിനൊക്കെ ഒരു മറുചിത്രമുണ്ട് എന്ന ഒരു വലിയ സൂചന. ആ സൂചന എന്ന് പറയുന്നത് നമ്മുടെ മേൽവിലാസങ്ങളെല്ലാം നഷ്ടപ്പെട്ട് കേവലം DNA അടയാളങ്ങളായിട്ട് അല്ലെങ്കിൽ കേവലം അക്കങ്ങളായിട്ട് കബറിടത്തിലേക്ക് അല്ലെങ്കിൽ ശവമാടത്തിലേക്ക് പോകേണ്ട ഒരു ഗതികേട് നമുക്കുണ്ടായി വരുന്നു എന്നുള്ളത് ചരിത്രബോധം ഉൾക്കൊണ്ട് നാം വായിച്ചെടുത്തില്ലെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ ഇനിയും സംഭവിക്കും. അപ്പം അത്തരം ഘട്ടങ്ങളിലാണ് മനുഷ്യ സ്നേഹികൾ, പരിസ്ഥിതി പ്രവർത്തകർ, അതോടൊപ്പം തന്നെ നമ്മെ ഉദ്ബോധിപ്പിച്ച് കടന്നു പോയിട്ടുള്ള തങ്ങളെപ്പോലുള്ള പ്രതിഭാശാലികളുടെ അനുസ്മരണ ചടങ്ങുകൾ, അത്തരത്തിലുള്ള സംവാദങ്ങൾ, അത്തരത്തിലുള്ള വിഷയങ്ങൾ വളരെ സമർത്ഥമായി ഉന്നയിച്ചുകൊണ്ട് പുതിയ ചിന്തകൾ, പുതിയ തുടക്കം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക ഇത്തരം വേദികളിലാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ മതം എന്ന് പറയുന്നത്, എന്നെ സംബന്ധിച്ച് മതപണ്ഡിതൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മറ്റു മതങ്ങളെ ഉൾക്കൊള്ളാനും അതോടൊപ്പം തന്നെ മനുഷ്യസ്നേഹിയായ ഒരു മനുഷ്യനെ മാത്രമേ നമുക്ക് മതപണ്ഡിതൻ എന്ന ഒരു അടിവരയിട്ട് പറയാൻ സാധിക്കുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള മതപണ്ഡിതൻ എന്നുള്ളത് എല്ലാം കൊണ്ടും സർവാത്മന വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ തങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് തങ്ങളെപ്പോലുള്ള ആളുകൾ അങ്ങനെയായിരിക്കുന്നു? ദീർഘവീക്ഷണമുള്ള നമ്മുടെ